ഒരു ചെറിയ പൂ മാത്രമാണ് നരേന്ദ്രമോദി ചോദിച്ചത്. തൃശ്ശൂർ ഞങ്ങൾക്ക് ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു, കൊടുത്തു പിണറായി വിജയൻ. ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളോട് CPM പുലർത്തുന്ന ഒരു സമീപനം തന്നെ മൊത്തത്തിൽ പരിശോധിക്കേണ്ടത്. കത്തോലിക്ക സമുദായം തങ്ങളുടെ കൂടെ നിൽക്കും എന്ന ഒരു അബദ്ധ ധാരണയിലാണ് CPM നിൽക്കുന്നത്. വർഗീയത എപ്പോഴും ടൂളായിട്ട് ഉപയോഗിക്കുന്നത് CPM തന്നെയാണ്. ഒരു സംശയമാണ്. ഇവിടെ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സാധനം മുസ്ലിം വിരുദ്ധതയാണ്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ ഈ CPM BJPയുമായിട്ടൊരു അന്തർധാര സജീവമാണ് എന്ന് നമ്മൾ പല ചർച്ചകളിൽ പല തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇന്ന് ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോമൻ കത്തോലിക്ക വിഭാഗം മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കത്തോലിക്ക വിഭാഗത്തിലെ ഒരു പാർട്ടാണ് റോമൻ കാത്തലിക്സ് എന്ന് പറയുന്നത്. ഈ റോമൻ കാത്തലിക്സിനെയും അതോടൊപ്പം തന്നെ ലാറ്റിൻ കാത്തലിക്സിനെയും CPIM അവഗണിക്കുന്നതായിട്ട് വ്യാപകമായി ഒരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് BJPക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇതിലെ ശരി തെറ്റുകൾ? BJPയും CPMും തമ്മിലുള്ള അന്തർധാര ശക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവ്യക്തമാണ്. അത്ര വലിയ അന്തർധാര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാര ശക്തമാണെന്ന് വെച്ചാണ്. പിണറായി വിജയനോടാകെ ഒരു ചെറിയ പൂ മാത്രമാണ് നരേന്ദ്രമോദി ചോദിച്ചത്. തൃശ്ശൂർ ഞങ്ങൾക്ക് ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു, കൊടുത്തു പിണറായി വിജയൻ. അത് സുരേഷ് ഗോപി എടുത്തതല്ല, പിണറായി വിജയൻ കൊടുത്തതാണ് തൃശ്ശൂര്. കാരണം തൃശ്ശൂരിലെ പൂരം കഴിഞ്ഞ തവണത്തത് കലക്കി കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് കലക്കി കൊടുത്തതിൻ്റെ ബെനിഫിഷ്യറിയാണ് BJPയും സുരേഷ് ഗോപിയും. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് അവരങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ സീറ്റ് BJP പിടിച്ചതിൻ്റെ BJPക്ക് പിന്നെ കഴിവുകൊണ്ട് പിടിച്ചതിനപ്പുറത്ത് ഇവർ വിട്ടുകൊടുത്തൊരു സാധനമാണെന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സുനിൽകുമാർ തന്നെ ആ വിഷയത്തിനകത്ത് വളരെ പ്രതിഷേധത്തില്ല. സുനിൽകുമാർ വളരെ ശക്തമായിട്ട് അതിനകത്ത് ചില കമൻറ്റുകൾ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ നിസ്സഹായരാണ്. അവർക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊന്നും ഇപ്പോൾ CPIക്ക് ഇല്ല, അതിന് കേൾപ്പില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തോട് തന്നെ CPM പുലർത്തുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്. അത് കാലാകാലങ്ങളിലേ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. റോമൻ കാത്തലിക് RCയിൽ മാത്രമല്ല, ഇപ്പം ബാക്കിയുള്ള ഇപ്പോൾ പറയുമ്പം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വീണ ജോർജ് ഉണ്ട്. സഭയുടെ നോമിനി എന്ന് പറയാൻ പറ്റുന്നത് വീണ ജോർജാണുള്ളത്. കാരണം വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഓർത്തഡോക്സ് സഭയുടെ അവരുടെ സഭാ ട്രസ്റ്റിയോ അങ്ങനെ എന്തൊക്കെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ രീതിയിലാണ് വീണ അതിലേക്ക് വന്ന വഴികൾ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. വീണ പിന്നെ അങ്ങനെയുണ്ട്. രാജു എബ്രഹാം ഉണ്ട്. രാജു എബ്രഹാമും RC അല്ല. പിന്നെ ജയിക്കിനെ ഒന്ന് പിന്നെ നമ്മൾ അങ്ങനെ ഒരു തോമസ് ഐസക് ഉണ്ട്. തോമസ് ഐസക്കിനെയും ബേബിയൊന്നും നമ്മൾ ആ കൂട്ടത്തിൽ അപ്പം പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള വിഷയം ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളോട് CPM പുലർത്തുന്ന ഒരു സമീപനം തന്നെ മൊത്തത്തിൽ പരിശോധിക്കേണ്ടതാണ്. മുസ്ലിം കേഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ TK ഹംസ വന്നു, KT ജലീൽ വന്നു. KT ജലീൽ പാർട്ടി മെമ്പറായിട്ടില്ല. TK ഹംസ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴും ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറയ്ക്ക് പോകുന്നുണ്ട്. ഇതിനൊക്കെ ഇത് പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. അവനവൻ്റെ വിശ്വാസപ്രകാരം അവർ ജീവിക്കട്ടെ. പിന്നെ മതവിശ്വാസി അല്ലാത്തവൻ അവൻ മതവിശ്വാസി അല്ലാതെ ജീവിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് എങ്ങനെ, കമ്മ്യൂണിസ്റ്റ് ഷുഡ് ബി എത്തിസ്റ്റ് തന്നെ പറയുന്നത്, അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിനെക്കുറിച്ച്. അപ്പം ഒരു നിരീശ്വരവാദി ആയാലേ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെയും മാർക്സിയൻ തത്വശാസ്ത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അത് തന്നെയാണ്. നിരീശ്വരവാദമാണ്, ദൈവ സങ്കല്പം ഇല്ല അതിനകത്ത്. പക്ഷേ ദൈവസങ്കല്പം ഇല്ലെങ്കിലും ഈ പാർട്ടിക്കകത്തുള്ളവരിൽ 99% ആൾക്കാരും ദൈവവിശ്വാസികളാണ്. ഞാൻ പാർട്ടി മെമ്പറായിരുന്നു, പാർട്ടി LCയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്, പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ലാന്നേ ഉള്ളൂ. ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള എത്രയോ പേര് ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിക്കകത്തുള്ള ഹിന്ദു മതവിശ്വാസികൾ, ഹിന്ദു മതത്തിൻ്റെ നാമധാരികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും നിരീശ്വരവാദികളാണെന്ന് നമ്മൾ ആരും ചിന്തിക്കാൻ പറ്റില്ല. വിശ്വാസികളായ ഒരുപാട് പേര് കാണും. പക്ഷേ അവർക്ക് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല, ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല. അതേസമയം മുസ്ലിം ഭാഗത്തിൽ നിന്നപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇത് പോകാം. പിന്നെ ക്രിസ്ത്യൻ സമുദായത്തോട് പൊതുവെ സ്വീകരിക്കുന്ന സമീപനം, RCയോടൊന്നും മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തോട് പൊതുവെ സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒഴിവാക്കിയിട്ടിരിക്കുന്നതാണ്. അവരെന്തായാലും ഇനിയിപ്പോൾ പിന്നെ കോൺഗ്രസിനകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു, അതിനകത്ത് ഇടതുപക്ഷത്തിന് കിട്ടാനുള്ള വോട്ട് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്താലും കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ഷെയ്ഖ് ഹമാസ് റാലി, ഷെയ്ഖ് ഹമാസ് എന്ന് ഞാൻ പറയാറ്, ഇതൊക്കെ നടത്തിയപ്പം എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. കാരണം അവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പലസ്തീനിലെ മുൻ പിന്നെ പ്രസിഡന്റ് തന്നെ പത്രസമ്മേളനം നടത്തി അവർ പട്ടികളാണെന്ന് പറഞ്ഞത്, തെരുവ് പട്ടികളാണ്, അവർ ഇവിടുന്ന് ഹമാസിനെ ഇവിടെ നാട്ടിപ്പായിക്കണമെന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത്. അപ്പം പാലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരിവിടെ കലിമയെല്ലാം പറയുന്ന പോലെ തന്നെ മറ്റൊരു പരിപാടി. അവിടെ ഇപ്പോൾ ഇസ്രായേലിനകത്തല്ല, പലസ്തീനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും സഫർ ചെയ്യുന്നത് ഈ തീവ്രവാദികളെ കൊണ്ടാണ്, ഹമാസിനെ കൊണ്ടാണ്. പക്ഷെ ആ വിഷയം നോക്കാതെ ഏകപക്ഷീയമായി പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ മുസ്ലിം ലീഗ് നടത്തിയത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്ന് പറയാം. സേവ് പാലസ്തീൻ ഒക്കെ റാലി നടത്തിയത്.
അവിടെ പിന്നെ ഹമാസിൻ്റെ ഒരു പ്രതിനിധി ഓൺലൈനിൽ വന്ന് സംസാരിക്കുകയും ചെയ്തു. അതേസമയം CPM ഇതൊക്കെ നടക്കുമ്പോൾ ഏകപക്ഷീയമായി നടത്തുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താ? ഇവിടെ ബാക്കിയുള്ള വിഷയങ്ങൾക്കകത്തൊക്കെ ഇവർ യുദ്ധം വേണ്ട, ബാക്കിയുള്ളത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ സാഹിത്യമൊക്കെ പറയുമ്പം മറുവശത്ത് ഇവർ സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ആകുമ്പോഴേക്കും ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് BJP ആണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കേരള കോൺഗ്രസ്സുകളെ നേരത്തെ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. കേരള കോൺഗ്രസ്സുകൾ ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് എന്നും LDF-നൊപ്പവും UDF-നൊപ്പവും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് LDF-ലേക്ക് പോവുകയും എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDF-ൽ തുടരുകയും ചെയ്തു. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് M-നാണ് വോട്ട് ബാങ്ക് കൂടുതലുള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ച് അതിൽ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യത്യാസവും ഈ കേരള കോൺഗ്രസ് M-ന്റെ ഒരു ബലമായിരിക്കുമോ LDF-ന്റെ ഒരു ബലം? ക്രിസ്ത്യാനികളുടെ വോട്ട് തങ്ങൾക്ക് വന്നോളും എന്നുള്ള ഒരു തോന്നൽ LDF-നുണ്ടോ? അതെ, ഇപ്പോൾ ജോസ് കെ മാണി, സാക്ഷാൽ മാണിയുടെ പുത്രനായിട്ടുള്ള ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തങ്ങളോടൊപ്പം ഉള്ളിടത്തോളം കാലം പിന്നെ ക്രൈസ്തവ മതവിശ്വാസികൾ, പ്രത്യേകിച്ചും റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട കത്തോലിക്ക സമുദായം തങ്ങളുടെ കൂടെ നിൽക്കും എന്ന ഒരു അബദ്ധധാരണയിലാണ് CPM നിൽക്കുന്നത്. പക്ഷേ CPM-നോടുള്ള അസ്പർശ്യതയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം കാസപോലെയുള്ള സംഘടനകൾക്കൊക്കെ അതിനകത്ത് വലിയ പിന്നെ പ്രാധാന്യമുണ്ട്. കാരണം CPM-ൻ്റെ ഓരോ നീക്കങ്ങളും പലപ്പോഴും ഇവരുദ്ദേശിക്കുന്ന തരത്തിലല്ല, സഭകൾ ആഗ്രഹിക്കുന്ന വഴിക്കല്ല പോകുന്നത്. ഏകപക്ഷീയമായി ഇവരെ കോർണർ ചെയ്യുക, മൈൻഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഇലക്ഷൻ വോട്ട് ബാങ്കായിട്ട് മാത്രം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് സഭകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. സഭ ജോസ് കെ മാണിക്ക് സപ്പോർട്ട് ചെയ്യും. ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യും. കേരള കോൺഗ്രസ്സുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് മാണി വിഭാഗമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പം നേരത്തെ സിബി പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ജോസഫ് വിഭാഗത്തിലെന്ന് പറഞ്ഞാൽ മോൻസ് ജോസഫ് മാത്രമാണ് ജയിച്ചത്, കഴിഞ്ഞ തവണ ജയിച്ചത് 10 സീറ്റ് UDF കൊടുത്തു. അതെ, എന്നിട്ട് ജയിച്ചത്. കാരണം അവരുടെ പ്രതാപമൊക്കെ അവസാനിച്ചു. ജോസഫിനാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോസഫ് ആയിരിക്കും ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യത എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. അവിടെ വീണ്ടും ഒരു പുതിയൊരു കേരള കോൺഗ്രസ് ഉദയം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മകൻ വരുന്നതിലുള്ള അതൃപ്തി ഇപ്പോഴേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് വ്യക്തമാണ്. ആണ്. അപ്പം പിന്നെ എന്നേക്കാൾ കൂടുതൽ ചില ആളുകൾ പറയുന്നത് വീണ്ടും PJ ജോസഫ് തന്നെ ആയിരിക്കും 2026 മത്സരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ പുള്ളിയെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. പുള്ളി ഇനിയും മത്സരിക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം സ്വരം മോശമാവുന്നതിന് മുമ്പേ പാട്ട് നിർത്തുകയാണ് നല്ലതെന്നുള്ള അഭിപ്രായക്കാരൻ ഞാനൊക്കെ ആ കാര്യത്തിൽ. പക്ഷേ അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP ഇപ്പോൾ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമാണ്. അതെ. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് രാജീവ് ചന്ദ്രശേഖരുടെ വികസിത കേരളം എന്ന് പറയുന്ന പ്രോഗ്രാം കേരളത്തിലെ 14 ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് മനസ്സിലായത്. പക്ഷേ ആ പരിപാടി, ഈ വികസിത കേരളം എന്ന പരിപാടിയിലൊക്കെ ഈ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് എന്ന് തോന്നില്ലേ? അല്ല, ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ വർഷങ്ങൾക്ക് മുമ്പ് AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് രണ്ടാമത് വരുമ്പം 95 വന്നു. അത് കഴിഞ്ഞിട്ട് 2001 മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. കേരളത്തിലെ ഈ പിന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ, പ്രത്യേകിച്ച് അത് മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു, സംഘടിതമായി വിലപേശി അർഹതയില്ലാത്തത് വരെ വിലപേശി മേടിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ ഉള്ള ഒരു പ്രസ്താവന ഇറക്കി. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന് അദ്ദേഹം അനഭിമതനാവുന്നത്. പക്ഷേ അത് ഫാക്റ്റാണ്. കാരണം നമ്മളിപ്പോൾ ഈ +2 ഒക്കെ അവതരിപ്പിച്ച അനുവദിച്ച സമയത്ത് തന്നെ PJ ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോൾ പോലും ഇത്തരം ചില സംഘടനകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. അങ്ങനെ വരുമ്പം ഇപ്പുറത്ത് തങ്ങൾക്ക്, കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ആണിക്കൽ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് തുടങ്ങി വെച്ചത്. അതിൻ്റെ അവിടെ നിന്നാണ് ഈ വളർച്ച വരുന്നത്. അത് നല്ല അർത്ഥത്തിലായിരുന്നു അന്ന് തുടങ്ങിയത്. ഇന്ന് കച്ചവടം. അത് പിന്നെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KT തോമസ് ഒരിക്കൽ പിന്നെ നടത്തിയൊരു പ്രസ്താവനയുണ്ട്, പ്രസംഗമുണ്ട്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ പ്രസംഗം ഞാൻ കേട്ടതാണ്. KT തോമസ് പറഞ്ഞത് പണ്ട് ഈ ക്രിസ്ത്യൻ മിഷണറി സ്ഥാപനങ്ങൾക്കെതിരെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ അവിടെ ആ സ്ഥാപനങ്ങൾ മതപരമായ പിന്നെ ചില ഇടപെടലുകൾ നടത്തുന്നു, അത്തരം ക്യാമ്പയിൻ നടത്തുന്നു പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരു കേസ് വന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കേസിൽ സഭകൾക്ക് അനുകൂലമായി, മിഷണറികൾക്ക് അനുകൂലമായി വിധി വന്നപ്പം ആ വിധിക്കകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ കൂടി, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായ ക്രിസ്തുവിനെ കൂടി കാണിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ചോദിച്ചത്. എന്നിട്ട് KT തോമസ് സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നും
നമ്മുടെ സഭകളുടെ സ്ഥാപനങ്ങൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് യൂദാസിനെ പോലെ 30 വെള്ളിക്കാശ് കാണിച്ചിട്ടാണെന്നുള്ളത് നല്ല പ്രസ്താവനയാണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസപരമായി കേരളം നേടിയ നേട്ടങ്ങൾ നമ്മളെപ്പോഴും പറയുള്ളൂ. കേരള മോഡൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ കേരള മോഡലിൻ്റെ ക്രെഡിറ്റ് ആര്, അതിൻ്റെ തുടക്കം ഇട്ടതാര്, അതിൻ്റെ അടിസ്ഥാന ശീലഭാഗ്യത ആരാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള ഇന്ത്യയിലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വിദ്യാഭ്യാസപരമായി നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. കോളേജുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒക്കെ ഉള്ളത്. പക്ഷേ പിന്നീട് വേണ്ടത്ര അവർക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല. കച്ചവടം നടക്കുന്നതെന്നുള്ളത് തെറ്റ്, അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ എന്നാൽ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് +2 ബാച്ചുകൾ അനുവദിക്കുമ്പോഴും ബാക്കിയുള്ളത് വരുമ്പോഴും ഒക്കെ ഉള്ളത് ഇപ്പുറത്തുള്ള മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലയിടത്തും ചില ഇടപെടലുകൾ മാറി മാറി വന്ന സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. UDFൻ്റെയും LDFൻ്റെയും. UDFൻ്റെ എന്ന് പറഞ്ഞാൽ കാലങ്ങളായി വിദ്യാഭ്യാസ വകുപ്പാരെടുത്ത മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരുന്നു UDFൻ്റെ മിനിസ്ട്രി വരുമ്പോൾ. അതായത് LDFൻ്റെ മിനിസ്ട്രി വരുമ്പം CPM ഏറ്റെടുക്കാൻ തുടങ്ങിയത് വളരെ വൈകിയാണ്. ഇടക്കാലത്ത് പിന്നെ ജോസഫിന് കൊടുത്തായിരുന്നു, വിജയ ജോസഫിന് കൊടുത്തായിരുന്നു. പക്ഷേ പിന്നീട് MA ബേബി 2006 വന്ന് MA ബേബി അതിനെ നവീകരിക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടത്തി. രവി മാഷാണ് അതിനെ ആധുനിക കാലത്ത് കേരളത്തിലെ കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ രവീന്ദ്രൻ മാഷാണ്, രവീന്ദ്രനാഥാണ്. ജോസഫ് പുണ്ടശ്ശേരി ഇരുന്ന കസേരയിലാണ് പിന്നെ ഈ നാലകത്ത് സൂഫിയെ പോലെയുള്ള വിവരം കേട്ടവരും ശിവൻകുട്ടിയെ പോലെ ഇരുന്നതും ശിവൻകുട്ടിയെ പോലെയുള്ള വിവരം കേട്ടവരും ഇരിക്കുന്നതും എന്നുള്ളതൊരു അവസ്ഥയുണ്ട്. ശിവൻകുട്ടിയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞതാണ്. ശിവൻകുട്ടിയുടെ ഒരു ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് രണ്ടും ഏകീകൃതമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പാണ്. ആ വകുപ്പിനാണ് ഇപ്പൊ രണ്ടായിട്ട് വിഭജിച്ചത്. അതെ, കാരണം ഇത് ഈ പിന്നെ ആഭ്യന്തര വകുപ്പിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് പോലീസ് സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രിയും കമ്മീഷണർ ഓഫീസും SP ഓഫീസും കൈകാര്യം ചെയ്യാൻ വേറെ മന്ത്രി തുല്യമാണ്. കാരണം അശാസ്ത്രീയമായി തുഗ്ലക്കിന്റെ പരിഷ്കരണം, തുഗ്ലക്കിനെ തോൽപ്പിച്ചു കഴിഞ്ഞു ഇവര്. തുഗ്ലക്കിനെ അപ്രസക്ത. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഈ BJP ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിലൂടെ കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം BJP മുമ്പിൽ കാണുന്നുണ്ടോ? അതെ, കാരണം ഞാൻ പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതെ, അത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ മുസ്ലിങ്ങളോട് അവർക്ക് വിരോധം ഉണ്ടായിട്ടോ വൈരാഗ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. BJPക്ക് അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധതയൊന്നും ഉണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, വർഗീയതയൊന്നും ഉണ്ടെന്നുള്ള. അതിപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും വർഗീയത ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ, എനിക്ക് സിബിക്ക് ഒരുപാട് പേരുമായിട്ട് വന്നിട്ടുണ്ട്, നമുക്കറിയാം. ഒരു മലയാളിക്കും വർഗീയത അവന്റെ മനസ്സിലില്ല ഇല്ല, വർഗീയതയൊന്നുമില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് വർഗീയതയുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മൾ പക്ഷെ അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലേ കാണുന്നുള്ളൂ. നമ്മൾ നേരിട്ട് പരിചയപ്പെടുന്നതിൽ വർഗീയവാദികളെ നമ്മൾ കാണുന്നില്ല. ഒരു മതത്തിൽപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരാൾ പോലും വർഗീയത സംസാരിക്കുന്ന നമ്മളെ വ്യക്തിപരമായ ടോക്കിൽ പോലും നമുക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ അനുഭവങ്ങളില്ലല്ലോ, പലരുമായിട്ട് സംബന്ധിക്കുന്നില്ല. അപ്പം അത് മുസ്ലിം ലീഗുകാരനും ഇല്ല, BJPക്കാരനും ഇല്ല, ആർക്കും ഇല്ല, വർഗീയതയില്ല. പക്ഷേ വർഗീയത ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് CPM ആണ് പണ്ട് യൂസ് ചെയ്തിരുന്നത്. എല്ലാതരം വർഗീയത എപ്പോഴും ടൂളായിട്ട് ഉപയോഗിക്കുന്നത് CPM തന്നെയാണ്. ഏറ്റവും കൂടുതൽ പിന്നെ കേരളത്തിൽ അത്തരം സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് മാറി മാറി സൗകര്യാർത്ഥം ഓരോരുത്തരെയും ഉപയോഗിക്കുകയും ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ നിർത്തുവരെ ആ പിന്നെ സമീപനം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് മുസ്ലിം വിരുദ്ധതയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സാധനം മുസ്ലിം വിരുദ്ധതയാണ്. ഇസ്ലാമോഫോബിയ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും അതൊരു ഫാക്റ്റായിട്ട് നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്, തോന്നിപ്പിക്കുന്നെങ്കിലും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സേവ് ഹമാസും ഇങ്ങനെയുള്ള വിഷയങ്ങളും ബാക്കിയുള്ള പിന്നെ സംഭവങ്ങളും ഒക്കെ വരുമ്പോൾ, അതേപോലെ തന്നെ ഈ ലവ് ജിഹാദ് ഫാക്റ്റാണ്. സിബി എല്ലാവരും പറയും ഫാക്റ്റ് അല്ല എന്ന് പറയും. ലവ് ജിഹാദ് ഫാക്റ്റാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. പ്രണയം രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്ന, രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിൽ പ്രണയിക്കുമ്പോൾ ഒന്നുകിൽ ആദ്യമേ പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നൊക്കെ ഉള്ള കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മതത്തിലോട്ട് വരണം ആദ്യം പറയണം. പ്രണയിക്കുന്ന സമയത്ത് ഇത് എനിക്ക് മതവും അതൊന്നും പ്രശ്നമല്ല, എനിക്ക് നീയാണെന്നുള്ള രീതിയിൽ ഈ പിള്ളേർ വിട്ടുപോരാൻ പറ്റാത്ത അത്ര വലിയ ഒരു ബന്ധനത്തിൽ എത്തിക്കഴിയുമ്പോൾ, ലോക്കായി കഴിയുമ്പോൾ അവർക്ക് വിട്ടുപോരാൻ കഴിയത്തില്ല. പിന്നെ മെൻ്റലി അത്രയും അഡിക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് വെക്കുന്നത് വൃത്തികേടാണ്. അതാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം. അതിനകത്ത് എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇപ്പം എൻ്റെ സഹോദരി, എൻ്റെ അനിയത്തിയുള്ളത് ലവ് മാരേജാണ്. പിന്നെ രണ്ടുപേരും പ്രണയവിവാഹമാണ്, ഒരാളുടേത് വേറെ മതമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറിയില്ല, പള്ളിയിൽ നിന്ന് റിസൈൻ ചെയ്തു, എന്നിട്ട് പിന്നെ രജിസ്റ്റർ മാരേജ് കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കട്ടെ. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു ഫാക്റ്റാണ്. നാർക്കോട്ടിക് ജിഹാദ് ഫാക്റ്റാണോ എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് അതിനോട് പിതാവ് പറഞ്ഞോട് വിയോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക് കേസുകളിൽ അകത്താകുന്നതും പിടിക്കപ്പെടുന്നതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരിതിന് ഇരകളല്ലേ, അവരും ഇതിന് അഡിക്റ്റ് ആയി. ഈ നാർക്കോട്ടിക്കിന്റെ എന്തും കാര്യത്തിൽ ഒരിക്കലും നമുക്ക് എന്താ ഒരു മതമൊന്നും മതം പറയാൻ പറ്റില്ല. കാരണം അത് നാർക്കോട്ടിക് ഒരിക്കലും മതവുമായി ബന്ധപ്പെട്ട അവരുടെ മതം നാർക്കോട്ടിക്ക, അവരുടെ മതം ഈ സാധനമാണ്, MDMA ഇതുമാണ് അവരുടെ മതം. അല്ലാതെ അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ വഴിയെ ഒരിക്കലും പോകത്തില്ല. അവരിതിന് ഈ കാരിയർമാരായിട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ അവർക്ക് ഇത് അടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട കാരിയർമാരായിട്ട് മാറും. അപ്പൊ അത് ആ ചെറുപ്പക്കാരെ എല്ലാം, കാരണം അവരൊന്നും സമ്പാദിക്കുന്നില്ല. അവർ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പണിക്കണം. ഏതായാലും എനിക്ക് തോന്നുന്നു അപ്പോൾ BJP ശരിക്കും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തിലൂടെ, കാരണം BDJSന്റെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. BDJS തങ്ങളുടെ പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തുഷാർ വെള്ളാപ്പള്ളി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായിട്ട് BDJSൽ നിന്നുള്ള ഒരാൾ ഇപ്പോൾ അപ്പോയിന്റ് ആയിട്ടുണ്ട്. വളരെ ചുരുക്കം 1 മാസം 1.5 മാസം കൊണ്ടായിട്ടുള്ളൂ. അതുകൂടാണ്ട് ഈ തുഷാർ വെള്ളാപ്പള്ളി ഏത് നിമിഷവും ഒരു MP ഒക്കെ ആവാനുള്ള ചില സാഹചര്യങ്ങളും തെളിഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് BJP എന്തൊക്കെയോ കാര്യമായ ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ അരങ്ങത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ല, തുഷാറിന് ഈ വെള്ളാപ്പള്ളി ഇടയ്ക്ക് കിടന്ന് ചൊറിയുന്നുണ്ടല്ലോ. ഈ കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവിയുടെ സ്വഭാവം. മുന്നണിക്കകത്ത് മോൻ നിൽക്കുക, അപ്പനും മോനും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കുമ്പോൾ അതെല്ലാം സംസാരിക്കത്തില്ലേ, ഞാൻ നാളെ ഇങ്ങനെ പ്രസ്താവന ഇറക്കും, നീ ഇങ്ങനെ പറഞ്ഞോണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ പിന്നെ സ്ക്രിപ്റ്റഡ് ആണ്. പുള്ളി ഇടയ്ക്ക് പിണറായി വിജയന് അനുകൂലമായിട്ട് പറയും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മോനെ രാജ്യസഭയിൽ കൊണ്ടുവരണം, കേന്ദ്രമന്ത്രിയാക്കണം. അതിനാണ് അത് BJP ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പുറത്തും ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് കാണിക്കാനാണ് പുള്ളി ഇടയ്ക്ക് CPM അനുകൂലമായിട്ടും പിണറായിക്ക് അനുകൂലമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഏറ്റവും വൃത്തികെട്ട വർഗീയത പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി. കോഴിക്കോട് ഓടയിൽ പോയ അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ടു പോയ നൗഷാദിനെ പിന്നെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി. ഏറ്റവും വൃത്തികെട്ട വർഗീയത. ഇപ്പം മലപ്പുറത്ത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം, മലപ്പുറത്തുകാരനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വർഗീയത പറയുന്നുണ്ട്. അപ്പം വെള്ളാപ്പള്ളി പല പ്ലേറ്റും മാറ്റി മാറ്റി കളിക്കുന്നത് തുഷാറിനെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് സഹമന്ത്രിയാക്കി കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ BJP ഒരു പക്ഷേ സിബി പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെയും കൂടി ഒരു പ്രാതിനിധ്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഇപ്പം ജോർജ് കുര്യനെ മന്ത്രിയാക്കി. ജോർജ് കുര്യൻ അതിന് ഏബിളുമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. വളരെ ജോർജ് കുര്യനെ മന്ത്രിയാക്കി. അതിനു മുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തിന് മന്ത്രിയാക്കി. PC തോമസിനെ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ സഹമന്ത്രിയാക്കി. ഇതിൽ അൽഫോൺസ് കണ്ണന്താനം ഒരു പക്ക കോമഡി ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നമ്മളൊക്കെ വിചാരിച്ചു വളരെ ഇത്രയും കാര്യപ്രാപ്തിയുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ മന്ത്രിയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് തോന്നി. പക്ഷേ ഒരു പക്ക കോമഡി ആകുന്ന അവസ്ഥ. കോമഡി എന്ന് പറഞ്ഞാലേ പുള്ളി ആള് ശുദ്ധനാണ്. പക്ഷെ പുള്ളിക്ക് പറ്റുന്ന പണി മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല. ഞാൻ പറഞ്ഞ വല്ലാത്ത ശുദ്ധത കൂടുന്ന ആൾക്കാർക്ക് പ്രായോഗിക രാഷ്ട്രീയം കഴിയത്തില്ല. പുള്ളി നിയമസഭയിൽ പിന്നെ മത്സരിച്ച് വിജയിച്ച് വന്നു കഴിഞ്ഞിട്ട് PC ജോർജിൻ്റെ ശല്യം കൊണ്ടൊക്കെയാണല്ലോ പിന്നീട് പിന്നെ സൈലൻ്റായി പിന്നെ BJPയിലോട്ട് പോകുന്നതൊക്കെ മുന്നണിക്കകത്തുനിന്ന് LDF വിട്ടു പോകുന്നത്. അപ്പോഴും പിണറായി വിജയനുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ച് തന്നെയാണ്. പുള്ളി നല്ലൊരു ബ്യൂറോക്രാറ്റാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. എൻട്രൻസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴും ദില്ലി വളരെ കൃത്യതയോടുകൂടി നടത്തിയൊരു IAS ഓഫീസറാണ്. ഈ അൽഫോൺസ് കണ്ണന്താനത്തിനെ പിന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യ പാവം ക്യാമറക്കാരെടുക്കുമെന്ന് അറിയാതെയാന്ന് പറഞ്ഞത്. പുള്ളിയെ പിന്നെ മോദിജിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയാം. മോദി പരീക്ഷിച്ചു, പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. 2017 തൊട്ട് 19 വരെ 2 വർഷക്കാലം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തു. പക്ഷേ അതിന് പുള്ളിക്ക് തിളങ്ങാൻ പറ്റിയില്ല. എല്ലാവരും കേരളത്തിന് നല്ല പരിഗണന തന്നിട്ടില്ല. V മുരളീധരൻ മന്ത്രിയായി, O രാജഗോപാൽ മന്ത്രിയായി, ഇവിടെ നിന്നൊരു MP പോലും ഇല്ലാത്ത കാലത്തായി. ഇപ്പോഴല്ലേ സുരേഷ് ഗോപി വന്നത്. മലയാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രിയാക്കി കർണാടകയിൽ നിന്നാണെങ്കിലും. അങ്ങനെ ഒരുപാട് പേരെ കൊണ്ടുവന്നില്ല. എത്ര പേരെ നമ്മൾ കൊണ്ടുവന്നു ഇവർ. ഇപ്പം ജോർജ് കുര്യനെ കൊണ്ടുവന്നിരിക്കുന്നു. ജോർജ് കുര്യനെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന നല്ലൊരു സെലക്ഷനുമാണത്. അപ്പം ജോർജ് കുര്യനൊക്കെ എന്ന് പറഞ്ഞാൽ സഭയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പുള്ളി ഒച്ചയും പിടിയൊന്നും ഉണ്ടാക്കത്തില്ലെന്നേ ഉള്ളൂ. സൈലൻ്റ് അച്ചീവറാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാത്ത കാലത്താണ് പുള്ളി BJPയുടെ കൂടെ പ്രവർത്തിക്കുന്നത്. ഒരു കുറ്റം പറയാൻ ഏതെങ്കിലും എങ്ങനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും പുള്ളിയുടെ പൊതുജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയും സംശുദ്ധമായ. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ BJP 2026 BJP എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം നടത്താൻ സാധ്യതയുണ്ടോ? ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFന് കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ അപ്പാടെ BJP എടുക്കും. UDFന് കിട്ടുന്ന വോട്ടുകളിൽ ഒരു ഭാഗം BJP സ്പ്ലിറ്റ് ചെയ്യിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ UDFന് ബുദ്ധിയുണ്ടെങ്കിൽ ജോസ് കെ മാണിയെ പോലെയുള്ള, ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ജോസ് കെ മാണിയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ വന്ന കാലത്തൊക്കെ പിന്നെ അപ്പൻ്റെ തണലില്ല വന്നതെന്ന് പറഞ്ഞാൽ ഏബിളാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി വളരെ പക്വമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നല്ല പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ലീഡിങ് പേഴ്സണാലിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്. ആ രീതിയിൽ രാജ്യസഭ എന്നുള്ള രീതിയിലും ബാക്കിയുള്ള പുള്ളിയുടെ സംസാരത്തിലൊക്കെ നമുക്ക് കൃത്രിമത്വം ഫീൽ ചെയ്യും. അതൊന്ന് പുള്ളി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
ആ ഒരു ബോഡി ലാംഗ്വേജിൽ ചെറിയ മാറ്റം കൂടെ വരുത്തി കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലൂടെ സഭയെ, ക്രൈസ്തവ വോട്ടുകളെ ഒക്കെ ആകർഷിക്കാൻ യു ഡി എഫിന് കഴിയും. യു ഡി എഫ് അങ്ങനെ ഒരു തന്ത്രപരമായ രീതിയിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം കേരളത്തിലെ രാഷ്ട്രീയ മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ള ഒരു പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറുകയും കേരളത്തിലെ രാഷ്ട്രീയ മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ള വ്യക്തിയായി രണ്ടു കൂട്ടരും മത്സരിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന, ലേലം വിളിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് താരമൂല്യം ഉയർന്ന രാഷ്ട്രീയ നേതാവായിട്ട് ജോസ് കെ മാണി മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് BJP അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPക്ക് യു ഡി എഫിനകത്തു നിന്നുള്ള വോട്ട് പിടിക്കാൻ കഴിയത്തില്ല. യു ഡി എഫിൻ്റെ കൂടെ അങ്ങനെ ജോസ് കെ മാണി പോയാൽ, ഇല്ലെങ്കിൽ BJP വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കും കുറേ. അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. BJPയുടെ വോട്ട് ഷെയർ കൂടും എന്നുള്ളതാണ്. CPM അല്ലെങ്കിൽ ഇടതുമുന്നണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളിൽ വലിയ ചോർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ക്രൈസ്തവ വോട്ടുകളിലും വലിയ രീതിയിലുള്ള ഒരു ചോർച്ച അതിൽ നിന്നുണ്ടാകും. അത് ഒഴുകിപ്പോകുന്നത് UDF-ലേക്ക് പോലും ആവില്ല, BJPയുടെ പാളയത്തിലേക്കായിരിക്കും. 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP എത്രത്തോളം കുതിക്കും എന്നുള്ളതാണ് അറിയേണ്ടതുള്ളത്. കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ആർക്കൊപ്പമാണ് എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ കാത്തിരുന്ന് കാണാം. തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.